ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ വീണ്ടും കനത്ത ഗതാഗത കുരുക്കാണ്. ദേശീയപാതയിൽ മുരിങ്ങൂരിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇതിപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. എന്ന് തീരും യാത്രക്കാരുടെ ദുരിതമെന്നാണ് ചോദിക്കുന്നത്. അതിനിടയിലാണ് പാലിയേക്കര ടോൾ വീണ്ടും വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? സ്വാതി, നാളെയാണ് ഹൈക്കോടതി ടോൾ പിരിവ് പുനരാരംഭിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. ഉത്തരവ് നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗതാഗതക്കുരുക്ക് ചാലക്കുടി മേഖലയിൽ മുരിങ്ങൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമാകുന്നത് അല്ലെങ്കിൽ രൂക്ഷമാകുന്നത്. ഇന്ന് രാവിലെയും നേരിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. അത് പരിഹരിച്ച് പോലീസുകാർ ചേർന്ന് സർവീസ് റോഡിലുണ്ടായിരുന്ന കുഴികളൊക്കെ താൽക്കാലികമായി മണ്ണും കല്ലും ഉപയോഗിച്ച് നിരത്തിയതിനു ശേഷം വൈകുന്നേരം അതേ നിലയിൽ വീണ്ടും ആ കുഴി രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മണിക്കൂറുകളായി ഗതാഗതക്കുരുക്ക് ഈ ദേശീയപാത 544 മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സർവീസ് റോഡ് ഇടിഞ്ഞത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്ന് വീണ്ടും കുഴി രൂപപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത് സർവീസ് റോഡാണ്. ദേശീയപാത അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ദേശീയപാതയുടെ പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്ന ഭാഗം നിർമ്മാണത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സർവീസ് റോഡുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ എറണാകുളം ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന സർവീസ് റോഡിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു. ഇതേ തുടർന്ന് വാഹനങ്ങൾ സ്ലോ ചെയ്യേണ്ട സാഹചര്യം വരുന്നു, ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ഇതിന് പിന്നാലെ എത്തുന്ന വാഹനങ്ങൾ നിരന്തരമായി ഇങ്ങനെ ഗതാഗത കുരുക്കിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രാത്രി തന്നെ ഈ കുഴി അടയ്ക്കുമെന്നുള്ള കാര്യങ്ങളാണ് ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനികളും ഒക്കെ അറിയിക്കുന്നതെങ്കിലും വലിയ ഗതാഗത കുരുക്കും യാത്രാ പ്രശ്നങ്ങളുമാണ് ആളുകൾ നേരിടുന്നത്. ഇപ്പോൾ വൈകുന്നേര സമയമായത്, പ്രത്യേകിച്ച് ഓഫീസ് സ്കൂൾ ടൈമുകളായതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പ്രദേശം കടന്നു പോകാൻ ബുദ്ധിമുട്ടുന്നത്. മറ്റിടങ്ങളിലൊക്കെ താൽക്കാലികമായ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സ്വാതി.